പുകവലിയും മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വളരെയധികം കൂടി നിൽക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും ഏറെക്കുറെ അറിയാവുന്നതുമാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലും പത്രങ്ങളിലും നമ്മൾ സ്ഥിരമായി കാണുന്നതാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടുണ്ടായവരുടെ കഥനങ്ങൾ. പുകയില നമ്മളെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും അടിമപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് നിർത്തുക എന്ന പ്രശ്നമല്ല. സ്ഥിരമായി മദ്യപിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ നാളെ തൊട്ട് മദ്യപിക്കരുതെന്ന് പറയുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ കൈവറയൽ തുടങ്ങി മറ്റു പല ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് പുകവലി ഒറ്റ ദിവസം കൊണ്ട് നിർത്തുക എന്ന് പറയുന്നത് സാധ്യമല്ല. ഇത് നിർത്തുവാനായി പല ലഭ്യമാണ്. അതിൽ ഒന്നാണ് നിക്കോട്ടിൻ പാച്ചസ് അല്ലെങ്കിൽ നിക്കോട്ടിൻ ഗംസ്. ഇത്രയധികം അഡിക്ഷൻ ഉണ്ടാക്കുവാനുള്ള കാരണക്കാരൻ എന്നത് നിക്കോട്ടിൻ എന്ന രാസവസ്തുവാണ്. നമ്മൾ പുകയില ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് വളരെയധികം തോതിലാണ് നിക്കോട്ടിൻ കടന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം ഇതുമായിട്ട് യോജിച്ചു പോവുകയും ചെയ്യും. പെട്ടെന്നൊരു ദിവസം നിർത്തിയാൽ ഇത് അളവ് കുറയും. ഇതിലൂടെ തന്നെ നമുക്ക് പുകയില ഉപയോഗിക്കാനുള്ള ആഗ്രഹം കുറയ്ക്കാൻ സഹായിക്കുന്നു. എന്നാൽ ഇതുകൊണ്ട് മാത്രം തന്നെ ഒരാൾക്ക് ചിലപ്പോൾ പുകയില ഉപയോഗം നിർത്തണമെന്ന് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വിദഗ്ധരുടെ കൗൺസിലിംഗ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. സ്വന്തമായി പുകവലി നിർത്താൻ സാധിക്കുന്നില്ല, മറ്റൊരാളുടെ സഹായം വേണമെന്ന് തോന്നുന്നവർക്കായി ഡി അഡിക്ഷൻ സെന്ററുകൾ നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലഭ്യമാണ്. കേരള സർക്കാരിന്റെ വിമുക്തി മിഷന്റെ ഭാഗമായി 14 ജില്ലകളിലും ഓരോ ജില്ലകളിലും ഓരോ സെന്റർ വീതം സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ കൊല്ലം ജില്ലയിൽ ചാത്തന്നൂരിൽ റാമറാവു മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് കൊല്ലം ജില്ലയിൽ സജ്ജമാക്കിയിട്ടുള്ളത്.